രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനത്തിൽ ഇടം പിടിച്ച് കൊച്ചിയും. കേന്ദ്ര റെയിൽവേ മന്ത്രാലയം നവീകരിക്കാൻ ലിസ്റ്റ് ചെയ്ത 48 റെയിൽവേ സ്റ്റേഷനുകളുടെ പട്ടികയിൽ എറണാകുളം നോർത്ത്, സൗത്ത് സ്റ്റേഷനുകളും തൃപ്പൂണിത്തുറ സ്റ്റേഷനും ഇടം പിടിച്ചു. ദക്ഷിണ റെയിൽവേയാണ് കൊച്ചിയിലെ 3 സ്റ്റേഷനുകളെയും തെരഞ്ഞെടുത്തിരിക്കുന്നത്. അടുത്ത 5 കൊല്ലത്തിനിടയിൽ റെയിൽവേ നടത്തുന്ന വികസന പദ്ധതികളുടെ കേന്ദ്രമാകും ഈ സ്റ്റേഷനുകൾ. കൊച്ചിക്ക് പ്രധാനമായും എറണാകുളം ജംഗ്ഷൻ സൗത്ത്, എറണാകുളം ടൗൺ നോർത്ത് എന്നീ 2 പ്രധാന റെയിൽവേ സ്റ്റേഷനുകളാണുള്ളത്. ഇവ കൂടാതെ ചില ചെറിയ സ്റ്റേഷനുകളുമുണ്ട്. എറണാകുളം ജംഗ്ഷനാണ് നഗരത്തിലെ പ്രധാന ടെർമിനൽ. ഏറ്റവും കൂടുതൽ ട്രെയിനുകൾ കൈകാര്യം ചെയ്യുന്ന തിരക്കേറിയ സ്റ്റേഷനുകളിൽ ഒന്നാണിത്. നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളത്തിന് സമീപം പുതിയ സ്റ്റേഷൻ വരാനുള്ള നടപടികൾ പുരോഗമിക്കുന്നുമുണ്ട്. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി കേരളത്തെ ബന്ധിപ്പിക്കുന്നതിൽ കൊച്ചി നിർണായക പങ്കുവഹിക്കുന്നതിനാലാണ് ഈ സ്റ്റേഷനുകൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എറണാകുളം നോർത്ത്, സൗത്ത് സ്റ്റേഷനുകളും തൃപ്പൂണിത്തുറ സ്റ്റേഷനും ദീർഘദൂര ഇന്റർസിറ്റി പാസഞ്ചർ ട്രെയിൻ സർവീസുകൾ കടന്നുപോകുന്ന പ്രധാന സ്റ്റേഷനുകളാണ്. 2030 മുൻപ് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ നിന്ന് നിലവിലുള്ള ട്രെയിനുകളുടെ ഇരട്ടി ട്രെയിൻ സർവീസുകൾ തുടങ്ങാനാണ് റെയിൽവേ ആലോചിക്കുന്നത്. ഇതിനായി തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിലെ കോച്ചിംഗ് ടെർമിനലുകൾ വികസിപ്പിക്കും. എറണാകുളം നോർത്ത് ടൗൺ സ്റ്റേഷന്റെ വികസന പ്രവർത്തനങ്ങൾ 150.2 കോടി രൂപ ചിലവിൽ ആണ് നടക്കുന്നത്. നിലവിൽ 2 ഘട്ടങ്ങളിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ആദ്യഘട്ടം 2026 മെയ്യിൽ പൂർത്തിയാക്കും. സ്റ്റേഷന്റെ തെക്കുഭാഗത്താണ് 1ാം ഘട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷനിലേക്കുള്ള ആകാശ ഇടനാഴി അടക്കമുള്ള പദ്ധതികൾ ഉണ്ടെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ്. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ നടപ്പാക്കുന്ന വികസന പദ്ധതികൾ അന്തിമഘട്ടത്തിലാണ്. എറണാകുളം നഗരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനുകളുടെ ബഫർ സ്റ്റേഷനായി പരിഗണിക്കാവുന്നതാണ് തൃപ്പൂണിത്തുറ എന്നതിനാൽ സ്റ്റേഷൻ വികസനം നിർണായകമാണ്. മെട്രോ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന ആകാശപാതയും പരിഗണനയിലുണ്ടെന്നാണ് വിവരം. നിലവിൽ 2 പ്ലാറ്റ്ഫോം മാത്രമുള്ള ഇവിടെ 3ാമതൊരു പ്ലാറ്റ്ഫോം കൂടി നിർമ്മിക്കുന്നതിനെ കുറിച്ചും ചർച്ച നടക്കുന്നുണ്ട്. പ്രതിവർഷം 1.96 കോടിയിലധികം യാത്രക്കാരാണ് എറണാകുളം ജംഗ്ഷനിൽ എത്തുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഷനുകളിൽ ഒന്നാണിത്. അതേസമയം നെടുമ്പാശ്ശേരിയിലെ റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രാരംഭ നടപടികളും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. 20 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഗതിശക്തിയുടെ മേൽനോട്ടത്തിലായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക. നിലവിലുള്ള റെയിൽവേ ലൈനിന് കിഴക്കു ഭാഗത്തായി റെയിൽവേക്ക് സ്ഥലമുണ്ട്. വിമാനത്താവളത്തിന് അടുത്തായതിനാൽ റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തന സജ്ജമാകുന്നതോടെ നിരവധി യാത്രക്കാർക്ക് ഗുണകരമാകും. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി കേരളത്തെ ബന്ധിപ്പിക്കുന്നതിൽ കൊച്ചി നിർണായക പങ്ക് വഹിക്കുന്നു. നിലവിലുള്ള യാത്ര, ചരക്ക് ഗതാഗതത്തിന്റെ വലിയൊരു പങ്ക് കൊച്ചിയിലൂടെയാണ് കടന്നുപോകുന്നത്. ദീർഘദൂര ഇന്റർസിറ്റി പാസഞ്ചർ ട്രെയിൻ സർവീസുകൾ കടന്നുപോകുന്ന പ്രധാന സ്റ്റേഷനുകളാണ് കൊച്ചിയിലെ 3. എറണാകുളം സൗത്ത്, നോർത്ത്, തൃപ്പൂണിത്തുറ സ്റ്റേഷനുകളുടെ വികസനം കൊച്ചിയുടെ വാണിജ്യ, വ്യവസായ, വിനോദസഞ്ചാര മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുമെന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയത്. മാത്രമല്ല, ഈ മേഖലയിലുടനീളം തടസ്സമില്ലാത്ത റെയിൽ കണക്ടിവിറ്റി ഉറപ്പാക്കുന്നതിൽ കൊച്ചിക്ക് നിർണായക സ്ഥാനവുമുണ്ട്. കൊച്ചി കേന്ദ്രമായ കോച്ചിംഗ് ടെർമിനലുകൾ വികസിപ്പിക്കുന്ന പദ്ധതി യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതുകൂടി കണക്കിലെടുത്ത് 2030 മുൻപ് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ നിന്ന് നിലവിലുള്ള ട്രെയിനുകളുടെ ഇരട്ടി ട്രെയിൻ സർവീസുകൾ തുടങ്ങാനാണ് റെയിൽവേയുടെ ലക്ഷ്യം. അതിനായി തെരഞ്ഞെടുത്ത കോച്ചിംഗ് ടെർമിനലുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനാണ് ഈ പുതിയ പ്രഖ്യാപനം. കൃത്യമായ ഫണ്ട് വകയിരുത്തി സമയക്രമം നിശ്ചയിച്ചാണ് പ്രവർത്തനം പുരോഗമിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.